ഹായ് എവരിവൺ, വെൽക്കം ടു KS റാങ്കർ. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ഭാഗമാണ് ലെസാജുലസ് പാറ്റേൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇലക്ട്രോണിക്സ് ആൻഡ് മെഷർമെൻറ്റിലെ 4ാമത്തെ മൊഡ്യൂളായിട്ട് വരുന്ന CRO കാഥോഡ് റേ ഓസിലോസ്കോപ്പിലെ 3ാമത്തെ ക്ലാസ് ആണ് ഇതെന്ന് പറയുന്നത്. ലെസാജുലസ് പാറ്റേൺസ് ആണ് നമ്മളിവിടെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കാഥോഡ് റേ ഓസിലോസ്കോപ്പുമായിട്ട് ബന്ധപ്പെട്ട് കാഥോഡ് റേ ഓസിലോസ്കോപ്പ് എന്താണ്, അതിൻ്റെ ഫംഗ്ഷനിങ് എന്താണ്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ അതിനുശേഷം വരുന്ന ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ സ്വീപ്പ് ഫ്രീക്വൻസിയും അതുപോലെ തന്നെ സോ ടൂത്ത് വേവ് ഫോംസ് ജനറേറ്റ് ആക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ നമ്പർ ഓഫ് ഫുൾ സൈക്കിൾസ് വരുന്നത്, അതുപോലെ തന്നെ ട്രിഗർ സർക്യൂട്ടിൻ്റെ ആവശ്യകത, ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് ഈ ഒരു കാഥോഡ് റേ ഓസിലോസ്കോപ്പിലേക്ക് നമ്മൾ സൈമൾട്ടേനിയസ്ലി 2 വേവ് ഫ്രണ്ടുകൾ കൊടുക്കുകയാണെങ്കിൽ അത് ജനറേറ്റ് ചെയ്യുന്ന റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ലെസാജുലസ് പാറ്റേൺസ് എന്ന് പറയുന്നത്. ഇനി ഇവിടേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഭാഗത്തു നിന്ന് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് അല്ലെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമായ കാര്യം എന്താണെന്നുള്ളത് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ ചില റേഷ്യോസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 2 വേവ് ഫ്രണ്ട്സ് കൊടുക്കുന്നുണ്ട്, 2 വേവ് ഫ്രണ്ടുകൾ കൊടുക്കുന്നത്, അതായത് 2 ഇൻപുട്ടുകൾ കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കുന്നത് ഒന്ന് എക്സ് ആക്സിസിലേക്കായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സ് ആക്സിസിലേക്ക് ഒന്ന് കൊടുക്കുകയാണ്, വൈ ആക്സിസിലേക്ക് ഒന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അത് നമുക്ക് ഡിഫറൻറ്റ് രൂപത്തിലേക്ക് കൊടുക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സോട്ടൂത്തായിട്ട് കൊടുക്കാം, സൈനസോയിഡലായിട്ട് കൊടുക്കാം. ഞാനിവിടെ ഫോർ ദ ഈസിനെസ് സൈനസോയിഡിലാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ സൈനസോയിഡിൽ കൊടുക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, 0 സെക്കൻഡ് ആയ സമയത്ത് എക്സ് ആക്സിസിലൂടെ സൈൻ ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, സൈൻ ഞാൻ എന്ത് ചെയ്തു, ഇതുപോലെ എക്സ് ആക്സിസിലൂടെ ഞാൻ കൊടുക്കുകയാണ്. അതേസമയം തന്നെ 0-ൽ തന്നെ ഞാൻ എന്ത് ചെയ്യണം, വൈ ആക്സിസിലും ഞാൻ സൈൻ വേവ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ എന്താണ്, ഒരു സൈൻ വേവ് ഇവിടെയും പോവാണ്. ഓക്കെ, ഇതുപോലൊരു സൈൻ വേവ് പോകുന്നുണ്ട്. ചിലപ്പോൾ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡോ ഫ്രീക്വൻസിയോ ഒക്കെ സെയിം ആയിരിക്കാം, ഡിഫറൻ്റ് ആയിരിക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രീക്വൻസി ഏകദേശം സെയിം ആണ്. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ വൈ ആക്സിസിൽ കൊടുക്കുന്നതിൻ്റെ ഫ്രീക്വൻസി ഞാൻ കൂട്ടിയെന്ന് വിചാരിക്കുക. ഫ്രീക്വൻസി കൂട്ടുന്ന സമയത്ത് എന്തായിരിക്കും, കൂടുതൽ വേവ് ഫോംസ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്രീക്വൻസി കൂട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, നമ്പർ ഓഫ് വേവ്സ് കൂടുതലായിരിക്കും. ഇപ്പോൾ എന്താണ്, വൈ ആക്സിസിലുള്ളതിൻ്റെ ഫ്രീക്വൻസി കൂടുതലാണ്. ഓക്കെ, ഇനി വൈ ആക്സിസിലുള്ളതിൻ്റെ ഫ്രീക്വൻസി ഞാൻ കുറച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്രീക്വൻസി കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു വേവ് തന്നെ ചിലപ്പോൾ അവിടെ കംപ്ലീറ്റ് ആവണമെന്നില്ല, ഒരു ഹാഫ് വേവ് ജനറേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ എന്താണ്, ഫ്രീക്വൻസി കുറവാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, ഈ ഒരു കൺസെപ്റ്റ് മാത്രം ഒന്ന് ഓർത്ത് വയ്ക്കുക. ഫ്രീക്വൻസി വരുന്നുണ്ട്, അത് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ എക്സ് ആക്സിസിലേക്ക് വരുന്ന ഫ്രീക്വൻസിയെ വൈ എക്സ് എന്നും അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ എഫ് എക്സ്, ഓക്കെ എഫ് എക്സ് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ വൈ ആക്സിസിലേക്ക് വരുന്ന ഫ്രീക്വൻസി വൈ എന്നുള്ള രൂപത്തിലേക്ക്, എഫ് വൈ എന്നുള്ള രൂപത്തിലേക്കും നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഫ്രീക്വൻസി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായത് വിത്തിൻ 1 സെക്കൻഡ് അല്ലെങ്കിൽ ദ നമ്പർ ഓഫ് വേവ് ഫ്രണ്ട്സ് ജനറേറ്റഡ് ഇൻ എ സെക്കൻഡ്, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫ്രീക്വൻസി എന്ന് പറയുന്നത്, കംപ്ലീറ്റ് വേവ്സ്. ഇനി അതുപോലെ തന്നെ അടുത്തൊരു കൺസെപ്റ്റാണ് ഫേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറയും, ഇപ്പം ഞാനിവിടെ വരച്ചിരിക്കുന്ന ഈ 2 വേവ് ഫ്രണ്ട്സിൻ്റെ ഫേസ് അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആണ്. കാരണം എന്താണ്, രണ്ടും 0 സെക്കൻഡ് ആയ സമയത്ത് രണ്ടും ഒരേപോലെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വൈ ഞാൻ എന്ത് ചെയ്യുന്നില്ല, 0 സെക്കൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, 1 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് വൈയിലെ വേവ് ഫോം ജനറേറ്റ് ആയി തുടങ്ങുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായിരിക്കും, ഇങ്ങനെയായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, റിസൾട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 1 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് വൈയിൽ എന്ത് ചെയ്യുന്നത്, ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. രണ്ടും ഒരേ ഫേസിൽ ഒരേ സമയത്തായിട്ടല്ല എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് നമ്മൾ ഇതിനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിനെ 0-ൽ തന്നെ ഞാൻ ഇതിനെ മാപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുക. 0-ൽ തന്നെ മാപ്പ് ചെയ്യുന്ന സമയത്ത് ഈ എക്സ് ആക്സിസിൽ കൊടുക്കുന്നത് പെർഫെക്റ്റ് ആയിട്ട് എന്തായിരിക്കും, 0-ൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെയായിരിക്കും വരുന്നത്. പക്ഷേ വൈ ആക്സിസിലേക്ക് നിങ്ങൾ 0-യുടെ സമയത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതുപോലെയായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ വൈ ആക്സിസ് 0-ൽ നോക്കുന്ന സമയത്ത് എന്താണ്, അത് 0-ലൂടെയാണോ കടന്നു പോകുന്നത്, അല്ല, മറിച്ച് ഈ ഒരു പോയിന്റിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം അതിന് ഫേസ് ഡിഫറൻസ് വരുന്നുണ്ട്, ഓൾമോസ്റ്റ് ഒരു 90 ഡിഗ്രിയുടെ ഫേസ് ഡിഫറൻസ് അവിടെ വരുന്നുണ്ട് എന്ന് നമുക്ക് ഈ ഒരു ഇമേജിൻ്റെ കേസാണ്. ഞാൻ ഇപ്പോൾ വരച്ചിരിക്കുന്ന ഒരു ഇമേജിൽ ഏകദേശം 90 ഡിഗ്രിയുടെ ഫേസ് ഡിഫറൻസ് വരുന്നുണ്ട്. ഓക്കെ, കാരണം എന്താണ്, അവിടെ 0 അല്ല വരുന്നത്, അവിടെ മാക്സിമം വാല്യൂ വരുന്നുണ്ട്. സൈൻ മാക്സിമം ആകുന്ന എപ്പോഴാണ്, 90 ഡിഗ്രി ആകുന്ന സമയത്താണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ ഫ്രീക്വൻസിക്ക് അനുസരിച്ചിട്ടും ഫേസ് ഡിഫറൻസിനനുസരിച്ച് കൊണ്ടും നമുക്ക് കിട്ടുന്ന റിസൾട്ടൻ്റ് പാറ്റേൺസ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. ആ റിസൾട്ടൻ്റ് പാറ്റേൺസ് എങ്ങനെ ഉണ്ടായി എന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾ നോക്കണ്ട. ജസ്റ്റ് റിസൾട്ടൻ്റ് പാറ്റേൺസ് ഓരോ സിറ്റുവേഷനിലും എന്താണ് വരുന്നത് എന്നുള്ളത് മാത്രം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഫ്രീക്വൻസി എന്താണെന്നുള്ളത് പറഞ്ഞു തന്നു, ഫേസ് ഡിഫറൻസ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത് പറഞ്ഞു തന്നു. ചിലപ്പോൾ ടൈം ഡിലേ ഉണ്ടായിരിക്കും, ടൈം ഡിലേയുടെ കേസ് നമുക്ക് വരുന്നില്ല. ഞാൻ ഇതിൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞത് ടൈം ഡിലേയുടെ കേസായിരുന്നു. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള നമുക്ക് 2 കൺസെപ്റ്റുകൾ മാത്രമാണ് വരുന്നത്. ഒന്ന് ഫ്രീക്വൻസി ഡിഫറൻസ് വരുന്നത്, അങ്ങനെ ഫ്രീക്വൻസി ഡിഫറൻസ് വരികയാണെങ്കിൽ ഫ്രീക്വൻസി കാൽക്കുലേഷനുള്ള മെത്തേഡുകൾ. രണ്ടാമത്തത് ഫേസ് ഡിഫറൻസ്, അതിന് നമ്മൾ ഫൈ എന്നുള്ള രൂപത്തിലേക്കായിരിക്കും ആംഗിൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. സൈൻ ഫൈ ആണ് സാധാരണയായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ,
അപ്പോൾ ഈ 2 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ഓർത്ത് വയ്ക്കുക. അതിൽ സാധാരണ നമ്മുടെ അടുത്ത് ചോദിക്കാറുള്ളത് ലിസാജുലസ് ഫിഗർ എന്താണ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യണം, ഒരു കാഥോഡ് റേ ഓസിലോസ്കോപ്പിലേക്ക് എക്സ് ആക്സിസിലേക്കും വൈ ആക്സിസിലേക്കും 2 ഡിഫറൻറ്റ് പാറ്റേൺസ് അല്ലെങ്കിൽ 2 ഡിഫറൻറ്റ് വേവ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിഫറൻ്റ് ആയിട്ടുള്ള പാറ്റേൺസുകൾ, ഡിഫറൻ്റ് ആയിട്ടുള്ള ജോമെട്രിക്കൽ രൂപങ്ങൾ ജനറേറ്റ് ചെയ്യും. അതിന് നമ്മൾ ജനറൽ ആയിട്ട് പറയുന്ന പേരാണ് ലിസാജുലസ് പാറ്റേൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ലിസാജുലസ് പാറ്റേൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ലിസാജുലസ് പാറ്റേൺസ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സൈൻ വേവോ സോട്ടൂത്ത് വേവോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേവ് ഫ്രണ്ട്സ് കൊടുക്കാം. പക്ഷേ നമ്മളിവിടെ പഠിക്കാനുള്ളത് 2 സൈൻ വേവുകൾ സൈമൾട്ടേനിയസ്ലി കൊടുക്കുന്ന സമയത്താണ്. അപ്പോൾ എക്സ് ആക്സിസിലേക്കും വൈ ആക്സിസിലേക്കും നിങ്ങൾ സൈമൾട്ടേനിയസ്ലി എന്ത് ചെയ്യണം, സൈൻ വേവ്സ് കൊടുക്കുകയാണ്. ആ സൈൻ വേവ്സ് കൊടുക്കുന്ന സമയത്ത് ഈ സൈൻ വേവ്സ് 2 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും റിസൾട്ടൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു ഫിഗർ അല്ലെങ്കിൽ റിസൾട്ടൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു റീഡിങ്ങിനെ അല്ലെങ്കിൽ ആ ഒരു കാഥോഡ് റേ ഓസിലോസ്കോപ്പിലേക്ക് ജനറേറ്റഡ് ആയിട്ട് വരുന്ന ഫിഗറിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും കൊടുക്കുന്ന വേവ്സിൻ്റെ ഫ്രീക്വൻസി. രണ്ടാമത്തത് ഈ 2 വേവ്സുകൾ തമ്മിലുള്ള ഫൈ, ഓക്കെ, എന്ന് വെച്ചാൽ ഫേസ് ആംഗിൾ ഡിഫറൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫേസ് ആംഗിൾ ഡിഫറൻസ് ഉണ്ടല്ലോ, ഇത് രണ്ടുമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ആകുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യം എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കേസ് എന്ന് പറയുന്നത് ഇവിടെ ഈ പറയുന്ന ഫ്രീക്വൻസി ഡിഫറൻസ് എഫ് എക്സ് ഇസ് ടു എഫ് വൈ എന്ന് പറയുന്നത് 1:1 എന്നുള്ള കേസ് നമ്മൾ എടുക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും കൊടുക്കുന്ന വേവ്സ് രണ്ടിനും ഒരേ ഫ്രീക്വൻസിയാണ്, ഫ്രീക്വൻസിയിൽ വ്യത്യാസമൊന്നുമില്ല, 1:1 റേഷ്യോ ആണ്. ഇപ്പോൾ എക്സിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണെന്നുണ്ടെങ്കിൽ വൈയുടെ ഫ്രീക്വൻസിയും 50 ഹെർട്സ് ആണ്, അതിൽ മാറ്റമൊന്നുമില്ല, രണ്ടും ഒരേതാണ് കൊടുക്കുന്നത് എന്ന് വിചാരിക്കുക. പിന്നെ ഇവിടെ എന്തിലേ മാറ്റം വരുന്നുള്ളൂ, ഈ പറയുന്ന ഫേസ് ഡിഫറൻസ് അല്ലെങ്കിൽ ഫൈയുടെ കേസിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ, എല്ലാം 1:1 ആണ്. ഫ്രീക്വൻസി 1:1 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ജനറേറ്റ് ചെയ്യുന്നത് ഈ ഫേസ് ഡിഫറൻസിനനുസരിച്ചിട്ട് അത് ഡിഫറൻ്റ് ആയിട്ടുള്ള ജോമെട്രിക്കൽ ഷേപ്പുകളായിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫേസ് ഡിഫറൻസ് 1:1 ആണ് എന്ന് വിചാരിക്കാം. ഫ്രീക്വൻസി സെയിം തന്നെയാണ്, 1:1 ആണ് എന്ന് വിചാരിക്കാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫേസ് ഡിഫറൻസും വരുന്നില്ല, സെയിം ആയിട്ട് 0-ൽ തന്നെ, അതായത് രണ്ടും ഒരേ സമയം 0-ൽ നിന്ന് ഒരേപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ റിസൾട്ടൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ എന്തായിരിക്കും, ഈ ഒരു പറയുന്ന 0 ആയിരിക്കും. 0-ലൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും റിസൾട്ടൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. എന്നാൽ അതേസമയം ഈ പറയുന്ന ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രിയും അതുപോലെ തന്നെ ഫ്രീക്വൻസികൾ തമ്മിലുള്ള റേഷ്യോ 1:1 ആണെന്നുണ്ടെങ്കിൽ സർക്കിൾ അല്ലെങ്കിൽ എലിപ്സ് ആയിരിക്കും ജനറലി നമുക്ക് കിട്ടുക. മോസ്റ്റ് ഓഫ് ദ ടൈം അത് സർക്കിൾ തന്നെയാണ്. ഇനി 90 ഡിഗ്രിക്ക് പകരം 270 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക, ആ കേസിലും നമുക്ക് കിട്ടുന്നത് സർക്കിൾ തന്നെയായിരിക്കും. ഇനി ഈ 2 കേസും അല്ലാതെ 0-യും അല്ല അതുപോലെ തന്നെ 90-യും അല്ല എന്ന് വിചാരിക്കുക, 0-യും 90-യും അല്ല എന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ കേസിലും നമുക്ക് കിട്ടുന്നത് എലിപ്സ് ആയിരിക്കും. ഫ്രീക്വൻസിയുടെ റേഷ്യോ 1:1 ആണ്. ഇനി അതുപോലെ തന്നെ ഫേസ് ആംഗിൾ ഡിഫറൻസ് 0-യോ 90 ഡിഗ്രിയോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ലിസാജുലസ് ഫിഗർ എപ്പോഴും ഒരു എലിപ്സ് ആയിരിക്കും. അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എടുക്കുന്നത് 0 എന്ന് പറയുന്ന സമയത്ത് 180 കൂടെ വരുന്നുണ്ട്. കോംപ്ലിമെൻ്റ് ആയിട്ട് വരുന്ന ആംഗിൾ 0 180 വരുന്നുണ്ട്, 90 270 വരുന്നുണ്ട്. ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണേ. ഇതല്ലാത്ത വേറെ ഏത് ആംഗിൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 45 എടുക്കുകയാണ്, 30 എടുക്കുകയാണ്, 60 എടുക്കുകയാണ്, അങ്ങനെ എല്ലാ കേസിലും നിങ്ങൾക്ക് കിട്ടുന്ന ലിസാജുലസ് ഫിഗർ എന്ന് പറയുന്നത് ഒരു എലിപ്സ് മാത്രമായിരിക്കും. കണ്ടീഷൻ എന്താണ്, ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1:1 ആണ്. ഇനി അടുത്ത കേസിലേക്ക് വരികയാണ്. ഇപ്പോൾ ഫ്രീക്വൻസി ഞാൻ മാറ്റുകയാണ്. ഫ്രീക്വൻസി മാറ്റുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1:2 എന്നുള്ള രൂപത്തിലേക്ക് ഞാൻ മാറ്റി. 1:2 എന്നുള്ള രൂപത്തിലേക്ക് മാറ്റി. അപ്പോൾ എക്സ് ആക്സിസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 1 ആയിരിക്കും, വൈ ആക്സിസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 ഉണ്ടായിരിക്കും. നിങ്ങൾ നോക്കുക, വൈ ആക്സിസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 വരുന്നുണ്ട്, എക്സ് ആക്സിസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും വരുന്നില്ല. അപ്പം നമ്പർ ഓഫ് കെട്ടുകൾ ഏത് ആക്സിസിലാണോ കൂടുതൽ റേഷ്യോ വരുന്നത് അവിടെ കൂടുതൽ ഉണ്ടായിരിക്കും. ഇനി ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫേസ് ഡിഫറൻസ് ഒന്നും ഇല്ലാത്ത ഡിഫറൻ്റ് ആയിട്ടുള്ള ആംഗിളുകൾ, ഡിഫറൻ്റ് ആയിട്ടുള്ള എന്താ പറയുക റേഷ്യോസ് വെച്ചുകൊണ്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഈ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. 0-യും അതുപോലെ തന്നെ 180 ഡിഗ്രി ആണെങ്കിലും ലൈന് തന്നെയായിരിക്കും ജനറേറ്റ് ആകുന്നത്. പക്ഷേ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. 180 ആകുന്ന സമയത്ത് ആൻറ്റി ഫേസ് ആണ്, നേരെ തിരിച്ച് ഇങ്ങനെയാണ് പോകുന്നത്. 0 ഡിഗ്രി ആകുന്ന സമയത്ത് സ്ട്രെയിറ്റ് ലൈൻ ഓൺ ദി പോസിറ്റീവ് സ്ലോപ്പാണ്, 180 ആകുന്ന സമയത്ത് നെഗറ്റീവ് സ്ലോപ്പാണ്, അതുകൊണ്ടാണ് അതിനെ ആൻറ്റി ഫേസ് എന്ന് പറയുന്നത്. ദെൻ 90-ഉം അതുപോലെ തന്നെ 270-യും ആകുന്ന സമയത്ത് നമുക്ക് സർക്കിൾ ആയിരിക്കും കിട്ടുന്നത്. ഇനി അതല്ലാത്ത എല്ലാ കേസിലും അതർ ഫേസ് ആംഗിൾ വേറെ ഏതായാലും നമുക്ക് എലിപ്സ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ലിസാജുലസ് ഫിഗറുമായിട്ട് ബന്ധപ്പെട്ട് നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്തത് ഫ്രീക്വൻസി ഡിഫറൻ്റ് ആയിട്ട് കൊടുക്കുകയെന്ന് വിചാരിക്കുക. ഫ്രീക്വൻസി ഡിഫറൻ്റ് ആണ്, പക്ഷേ ഫേസ് ആംഗിൾ സെയിം ആയിട്ട് തന്നെ നമ്മൾ വെക്കുകയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞു 1:1 ആണെങ്കിൽ ഫ്രീക്വൻസി 1:1 ആണ്, വേറെ ഏതെങ്കിലും ഫേസ് ആംഗിൾ ആണെങ്കിൽ നമുക്ക് അവിടെ കിട്ടാൻ സാധ്യതയുള്ളത് സ്ട്രെയിറ്റ് ലൈനോ സർക്കിളോ അല്ലെങ്കിൽ എലിപ്സോ ആണ്, അല്ലേ? 1:1 ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ മാത്രമേ കിട്ടുള്ളൂ.
ഇനി 1:2 ആകുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ നോക്കുക. ഓക്കെ, 1:2 വരുന്ന സമയത്ത് ഓക്കെ നമുക്ക് ഈ ടേബിൾ വെച്ചുകൊണ്ട് നോക്കാം. അപ്പോൾ ആദ്യം 1:2 ആണ് വരുന്നത്. ഓക്കെ, x/y ആണ് വരുന്നത്, fy/fx. ഓക്കെ, അപ്പോൾ റേഷ്യോ പ്രത്യേകം ശ്രദ്ധിക്കണം. fx/fy ആണോ fy/fx ആണോ എന്നുള്ളത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് fy/fx ആണ്. അപ്പോൾ y ആക്സിസിൽ 1ഉം x ആക്സിസിൽ 2ഉം വരണം. ഓക്കെ, അതല്ല ഇവിടെ വരുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കുക, x ആക്സിസിൽ നിങ്ങൾ നോക്കുക, ഇവിടെ 2 കെട്ട് വരുന്നുണ്ട്. അത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. എക്സ് ആക്സിസിലേക്ക് നോക്കുന്ന സമയത്ത് 2 കെട്ട് വരുന്നുണ്ട്. അടുത്തത് y ആക്സിസിൽ 2 കെട്ടും x ആക്സിസിൽ 1ഉം വരണം. അല്ലേ, 2 കെട്ടും 1ഉം വരണം. ഓക്കെ, അതായത് കെട്ടിൻ്റെ എണ്ണം എവിടെയാണോ കൂടുതലായിട്ട് വരുന്നത് അത് ഈ പറയുന്ന റേഷ്യോ എവിടെയാണ് വരുന്നത് എന്നതിൻ്റെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കും. ഇനി അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1:3 ആണ്. എക്സ് ആക്സിസിലേക്ക് നോക്കുന്ന സമയത്ത് 3 എണ്ണം വരണം. പക്ഷേ ഇവിടെ മാത്രം ഇമേജ് കൊടുത്തതിൽ ചെറിയൊരു തെറ്റുണ്ട്. ഓക്കെ, അതായത് ഈ ഇമേജ് സത്യത്തിൽ വരേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇങ്ങനെയൊന്ന്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഒരു 8, പക്ഷേ 3 എണ്ണം വരുന്ന രൂപത്തിലേക്കുള്ള ഒരു 8ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത് അവിടെ വരേണ്ടത്. ഓക്കെ, സോ ആ രൂപത്തിലേക്കാണ് 1:3 ഇമേജ് ഇങ്ങനെയാണ് വരേണ്ടത്. ഇതല്ല, ഇത് 3:1 ആണ്. ഓക്കെ, ഇത് 3:1 ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ y ആക്സിസിൽ എന്ത് വേണം, 3 എണ്ണം വേണം. y ആക്സിസിലേക്ക് നോക്കുക, 1, 2, 3. മുകളിലേക്ക് എന്ത് വരുന്നുണ്ട്, 3 എണ്ണം വരുന്നുണ്ട്. x ആക്സിസിലേക്ക് 1 എന്നുള്ള രൂപത്തിലേക്ക്. ഓക്കെ, അപ്പോൾ x ആക്സിസിലേക്ക് 1 എന്ന് പറയാൻ കാരണം എന്താണ്, ഇത് മൊത്തത്തിൽ നിങ്ങൾ ഇങ്ങനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒറ്റ ഒന്നാണ് ജനറേറ്റ് ആയിട്ട് വരുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, ഇതല്ലാത്ത കേസിലൊക്കെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റ് കോംപ്ലക്സ് ആയിട്ടുള്ള ഫിഗേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ചോദ്യം വരുന്നത് ഈ ഒരൊറ്റ കേസിൽ നിന്ന് മാത്രമായിരിക്കും. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഫ്രീക്വൻസി റേഷ്യോ 1:1 ആണ്. അതുപോലെ തന്നെ ഫേസ് ആംഗിൾ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന സമയത്ത് ജനറേറ്റ് ആകുന്ന ഷേപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് പഠിച്ചു വെക്കണം. 3 ഷേപ്പുകളാണ് വരിക. സ്ട്രെയിറ്റ് ലൈൻ 0ഉം 180 ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. 0 ആണെങ്കിൽ പോസിറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. 180 ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. ദെൻ 90ഉം അതുപോലെ തന്നെ 270 ആണെങ്കിൽ സർക്കിൾ ആയിരിക്കും. ബാക്കി ഏത് ഫേസ് ആംഗിൾ ആണെന്നുണ്ടെങ്കിലും എലിപ്സ് ആയിരിക്കും. ഇത്രയും ക്ലിയർ ആയാൽ മതി, ഇവിടുന്ന് ആ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ലിസാജലസ് ഫിഗറിൻ്റെ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഇനി നമുക്ക് ഇവിടുന്ന് 2 വേവ് ഫോംസ് നമ്മൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാത്തൊരു വേവ് ഫോം ഉണ്ടെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസിയോ അല്ലെങ്കിൽ അതിൻ്റെ ഫേസ് ആംഗിൾ ഡിഫറൻസോ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഓക്കെ, അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നതാണ് ഫ്രീക്വൻസി മെഷർമെൻറ്റ് യൂസിങ് ലിസാജലസ് പാറ്റേൺസ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ലിസാജലസ് പാറ്റേൺസ് അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ലിസാജലസ് പാറ്റേൺസ് വെച്ചുകൊണ്ട് നമുക്കൊരു അൺനോൺ വേവിൻ്റെ ഫ്രീക്വൻസി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അപ്ലൈ അൺനോൺ ഫ്രീക്വൻസി ഈ പറഞ്ഞ പോലെ വെർട്ടിക്കൽ ഇൻപുട്ടിലേക്ക് FYയിലേക്ക് നമ്മൾ കൊടുക്കും. അതാണ് ഞാൻ പറഞ്ഞത്, വെർട്ടിക്കൽ ഇൻപുട്ടിലേക്ക് വരുന്നത് നമ്പർ ഓഫ് കെട്ട് എന്തായിരിക്കും, ഈ പറയുന്ന പോലെ FYയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. അത് 3 എണ്ണം വരുന്നുണ്ടെങ്കിൽ 3 വേവ്സ് അവിടെ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആക്കും. ഓക്കെ, എന്നാൽ എക്സിലേക്ക് 1 ആണെന്നുണ്ടെങ്കിൽ ഒരു വേവ് ഫോം മാത്രമേ അവിടെ കംപ്ലീറ്റ് ആക്കാൻ പറ്റൂ. അപ്പോൾ എന്താണ്, ഒരു കെട്ട് എന്നുള്ള രൂപത്തിലേക്ക് അവിടെ വരുള്ളൂ. ഓക്കെ, യെസ്. ഇനി അടുത്തത് അപ്ലൈ ദി നോൺ വേരിയബിൾ ഫ്രീക്വൻസി എക്സിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, അപ്ലൈ ചെയ്യുന്നുണ്ട്. ദെൻ അഡ്ജസ്റ്റ് FX അണ്ടിൽ സ്റ്റേബിൾ ലിസാജലസ് പാറ്റേൺസ് ഇസ് ഒബ്റ്റെയിൻഡ്. നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു ലിസാജലസ് പാറ്റേണിലേക്ക് എത്തുന്നത് വരെ മാത്രം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി നോക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ഇനി പഠിച്ചു വെക്കേണ്ട ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷനാണ്. ഇത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. ഇതെന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഇനി പറഞ്ഞുതരാം. ഓക്കെ, ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അതായത് FY ഡിവൈഡഡ് ബൈ FX ഇസ് ഈക്വൽ ടു number of horizontal tangents, okay, tangency divided by number of vertical tangency. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഓക്കെ, FY ആണ്. FY എന്ന് പറയുന്ന സമയത്ത് അവിടെ നമുക്ക് എന്തായിരിക്കും വരുന്നത്, ഹൊറിസോണ്ടൽ ടാൻജൻസി. അതുപോലെ തന്നെ FXന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് വെർട്ടിക്കൽ ടാൻജൻസി ആണ്. ഓക്കെ, വെർട്ടിക്കൽ ടാൻജൻസി ആണ്. ഈ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഈ ടാൻജൻസി എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ലിസാജലസ് ഫിഗേഴ്സ് നമ്മുടെ മോണിറ്ററിൽ കിട്ടും. ഓക്കെ, ചിലപ്പോൾ ഇതുപോലെ മുകളിലും താഴെയായിട്ട് 2 കെട്ട് വരുന്നത് 8ന് നമ്മൾ കുത്തനെ വെച്ച പോലെയോ അല്ലെങ്കിൽ ഒരു സർക്കിൾ രൂപത്തിലേക്കോ ഒക്കെ വരും. അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് ചെയ്യുകയാണ്, നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് വെക്കുകയെന്ന് വിചാരിക്കുക. എക്സ്പാൻഡ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഞാനിത് 2 ഡിഫറൻറ്റ് കേസുകളായിട്ട് പറയുകയാണ്. അപ്പോൾ ആദ്യത്തത് ഞാൻ സ്ക്രീൻ എടുത്തു. ഓക്കെ, CROയുടെ സ്ക്രീൻ എടുത്തു. സ്ക്രീൻ എടുക്കുന്ന സമയത്ത് എനിക്ക് ഇതുപോലെ ഒരു സർക്കിളാണ് കിട്ടുന്നത്. ഓക്കെ, എനിക്കൊരു സർക്കിളാണ് കിട്ടുന്നത്. ആ സർക്കിളിനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലേക്കും അല്ലെങ്കിൽ ആ സ്ക്രീനിൽ കംപ്ലീറ്റ്ലി മുട്ടുന്ന രൂപത്തിലേക്ക് ഞാൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഹൊറിസോണ്ടലി എനിക്ക് എത്ര ടാൻജൻറ്റ് കിട്ടുന്നുണ്ട്, 1, 2 ടാൻജൻറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത്, ഹൊറിസോണ്ടൽ ടാൻജൻസി 2 എണ്ണം വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് വെർട്ടിക്കൽ ടാൻജൻസി എവിടെയൊക്കെ വരുന്നുണ്ട്, AB, ഇത് രണ്ടും ഇതിൻ്റെ വെർട്ടിക്കൽ ടാൻജൻസിയാണ്, അതും 2 എണ്ണം വരുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ വരുന്നതിനാണ് നമ്മൾ ടാൻജൻസി എന്ന് പറയുന്നത്. ഇനി ഇതല്ലാത്തൊരു കേസ് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒന്നിലധികം വരുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ 2:1 എടുത്തു. 2 എന്ന് പറയുന്ന സമയത്ത് വെർട്ടിക്കലി 2 എണ്ണം വരുന്നു, ഹൊറിസോണ്ടലി 1 വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ഏകദേശം ഇതുപോലത്തെ ഒരു പാറ്റേൺ ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. ഓക്കെ,
ഒരു 8നെ ഇതുപോലെ കെട്ടിട്ട പോലത്തെ ഒരു പാറ്റേൺ ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ എത്ര ഹൊറിസോണ്ടൽ ടാൻജൻസി വരുന്നുണ്ട്? 1, 2 ഹൊറിസോണ്ടൽ ടാൻജൻസി മാത്രമേ വരുന്നുള്ളൂ. വെർട്ടിക്കൽ ടാൻജൻസി ഏതൊക്കെ പോയിന്റിൽ വരുന്നുണ്ട്? 1, 2, 3, 4 പോയിന്റുകളിലായിട്ട് നമുക്ക് വെർട്ടിക്കൽ ടാൻജൻസീസ് വരുന്നുണ്ട്. ഓക്കെ, എങ്ങനെയാണ് ജനറലി നമ്മൾ എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ചെയ്യുന്നത് എത്ര ടാൻജൻസീസ് വരുന്നുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ ആ ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കണം എന്നില്ല. അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പ്രോബ്ലം തരുന്നുണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി തന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് ഫ്രീക്വൻസി ആയിരിക്കും പലപ്പോഴും കണ്ടുപിടിക്കേണ്ടത്. FX ആണോ FY ആണോ, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? കൗണ്ട് ദ പോയിന്റ് വെർ ദ പാറ്റേൺ ജസ്റ്റ് ടച്ച് ദ ടോപ്പ് ഓർ ദ ബോട്ടം. ഓക്കെ, ഇപ്പോൾ ടോപ്പാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഓക്കെ, ടച്ച് ദ ടോപ്പ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഹൊറിസോണ്ടൽ ടാൻജൻസി എന്ന് പറയും, നേരത്തെ ഞാൻ കാണിച്ചു തന്ന പോലെ. ദെൻ കൗണ്ട് ദ പോയിന്റ് വേർ ഇറ്റ് ടച്ചസ് ദ ലെഫ്റ്റ് ഓർ ദ റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് വെർട്ടിക്കൽ ടാൻജൻസി ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ ഇക്വേഷനിലേക്ക് നമ്മൾ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമ്പർ ഓഫ് ദി ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ടാൻജൻസി ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ അതിൽ നമുക്ക് FY ആണ് നമുക്ക് അൺനോൺ ആയിട്ടുള്ളത്, FX നമുക്കറിയാം. അപ്പോൾ എന്തായിരിക്കും? ഈ FXനെ ഞാൻ നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് FY കിട്ടും അല്ലേ? FY എന്ന് പറയുന്നത് ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ FX കൊണ്ട് ഇതിനെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അൺനോൺ ഫ്രീക്വൻസി ആയിട്ടുള്ള FY കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? അൺനോൺ ഫ്രീക്വൻസി ലിസാജലസ് പാറ്റേൺസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കണ്ടെത്താറുള്ളത്. ഇത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. FY ഈസ് ഈക്വൽ ടു NH. NH എന്ന് പറയുന്ന സമയത്ത് എന്താണ്? ഹൊറിസോണ്ടൽ ടാൻജൻസീസ് ഡിവൈഡഡ് ബൈ വെർട്ടിക്കൽ ടാൻജൻസീസ് ഇൻറ്റു നമുക്ക് അറിയാവുന്ന നോൺ ഫ്രീക്വൻസി FX ആണ്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇറ്റ് ടച്ചസ് ദ റൈറ്റ് സൈഡ് അറ്റ് 3 പോയിൻറ്റ്. ഇറ്റ് ടച്ചസ് ദ ടോപ്പ് റെക്റ്റാങ്കിൾ അറ്റ് 2 പോയിൻറ്റ്സ്. ഓക്കെ, ടോപ്പ് ആൻഡ് ബോട്ടം നോക്കുന്ന സമയത്ത് അപ്പോൾ ഇതെന്താണ്? NH എന്ന് പറയുന്നത് 2 ആണ്, NV എന്ന് പറയുന്നത് 3 ആണ്. ഇക്വേഷനിലേക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻസർ നിങ്ങൾക്ക് കിട്ടും. FX 300 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? ഓക്കെ, നമുക്കിവിടെ വരുന്ന സമയത്ത് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ NH ഡിവൈഡഡ് ബൈ NV ഇൻറ്റു FX ഇസ് ഈക്വൽ ടു FY ആണ്. ഞാൻ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. NH എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്തായിരുന്നു തന്നത്? 2 ആയിരുന്നു. ഓക്കെ, ഡിവൈഡഡ് ബൈ NV എന്ന് പറയുമ്പോൾ 3 ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്, ഇൻറ്റു നമുക്ക് തന്നിരിക്കുന്ന നോൺ ഫ്രീക്വൻസി 300 ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എന്തായിരിക്കും കിട്ടുക? 3 കട്ട് ചെയ്തു 100 വരും, 200 വരും. ദിസ് ഇസ് ഈക്വൽ ടു FY. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫ്രീക്വൻസി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ നോക്കി. അടുത്തത് ഫേസ് ആംഗിൾ മെഷർമെൻ്റ് ആണ്. ഇത് ഒരു ട്രിക്ക്, ഒരു നേക്ക് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ നേക്ക് ജസ്റ്റ് നോക്കണം. ഫേസ് ആംഗിൾ മെഷർമെൻറ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, ഇതിൽ 2 കാര്യങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് sin φ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, sin φ, കാരണം φ എന്ന് പറയുന്നതാണ് ഫേസ് ആംഗിൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് 2 y വാല്യൂ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഒന്നാമത്തത് ഈ പറയുന്ന നമുക്ക് കിട്ടുന്ന ഏത് ലിസാജുലസ് ഫിഗർ ആണോ ആ ലിസാജുലസ് ഫിഗർ എവിടെയാണോ y ആക്സിസിനെ കട്ട് ചെയ്യുന്നത്, ഓക്കെ, ആ കട്ട് ചെയ്യുന്ന ലോവസ്റ്റ് വാല്യൂ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അത് y1 ആണ്. ഇനി ഈ പറയുന്ന മാക്സിമം y വാല്യൂ, ഓക്കെ, മാക്സിമം y വാല്യൂ എവിടെയാണ് വരുന്നത്? അത് y2 ആണ്. ഓക്കെ, ഒന്നാമത്തത് y1 എന്ന് പറയുന്നത് അത് എവിടെയാണോ y ആക്സിസിനെ കട്ട് ചെയ്യുന്നത്, അതായത് x is equal to 0. ഓക്കെ, ഇതെന്താണ്? x is equal to 0 ആണ്. കാരണം എന്താണ്? x വാല്യൂ ഇവിടെ 0 ആണ്. ആ x is equal to 0 ആകുന്ന സമയത്തുള്ള y1 വാല്യൂ എന്താണ്? രണ്ടാമത്തത് x മാക്സിമം ആണ്, സോറി, y വാല്യൂ മാക്സിമം ആകുന്ന റീഡിങ്. ഓക്കെ, y വാല്യൂ മാക്സിമം ആകുന്നത്. അപ്പോൾ y2 എന്ന് പറയുന്ന സമയത്ത് എന്താണ്? y മാക്സ് ആണ്. ഓക്കെ, y1 എന്ന് പറയുന്നത് എന്താണ്? x is equal to 0 ആകുന്ന സമയത്ത് y-യുടെ വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? y1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ y ആക്സിസിനെ ക്രോസ് ചെയ്യുന്നുണ്ടായിരിക്കും. y2 എന്ന് പറയുന്നത് മാക്സിമം ഹൈറ്റ് ആണ്. മാക്സിമം ഹൈറ്റ് വരുന്ന സമയത്തുള്ള റീഡിങ്, അല്ലെങ്കിൽ y മാക്സിമം ഹൈറ്റ് വരുന്നത് എപ്പോഴായിരിക്കും? ഈ പറയുന്ന y റീഡിങ് മാക്സിമം ആകുന്ന സമയത്താണ്. അപ്പോൾ sin φ ഈസ് ഈക്വൽ ടു y1 ഡിവൈഡ് ബൈ y2 ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ φ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് y1 ബൈ y2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ സൈൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ലിസാജുലസ് ഫിഗറിൽ നിന്നും ഇങ്ങനെ 2 വേവുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫേസ് ഡിഫറൻസും കൂടെ നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എലിപ്സ് ഹാസ് y1 2 എന്ന് തന്നിട്ടുണ്ട്, y2 4 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ y1 എന്ന് പറയുന്ന സമയത്ത് 2 ആണ്, y2 എന്ന് പറയുന്നതാണ്. അപ്പോൾ 2/4 എന്ന് കിട്ടും. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു sin φ ആണ്. അങ്ങനെയാണെങ്കിൽ φ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് കിട്ടും. ഓക്കെ, സൈൻ ഇൻവേഴ്സ് 1/2 എപ്പോഴാണ്? 30 ഡിഗ്രി ആകുന്ന സമയത്താണ്. ഓക്കെ, സൈൻ വാല്യൂ sin 30 ഈസ് ഈക്വൽ ടു 1/2 ആണ്. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ പോലെ ഫേസ് ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കൺസെപ്റ്റ് ലിസാജുലസ് ഫിഗേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, കാരണം എന്താണ്? ലിസാജുലസ് ഫിഗേഴ്സ് ഉണ്ടാകുന്നത് ബേസിക്കലി 2 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഒന്ന് ഫ്രീക്വൻസിയിലുള്ള ഡിഫറൻസ്, രണ്ടാമതെന്ന് പറയുന്നത് ഫേസ് ആംഗിളിലെ ഡിഫറൻസ്. അപ്പോൾ ഫ്രീക്വൻസിയിലും ഫേസ് ആംഗിളിലുള്ള ഡിഫറൻസ് അനുസരിച്ചുകൊണ്ട് ലിസാജുലസ് ഫിഗേഴ്സ് ഉണ്ടാകും എന്നാണെന്നുണ്ടെങ്കിൽ ലിസാജുലസ് ഫിഗേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഫ്രീക്വൻസിയും അതുപോലെ തന്നെ ഫേസ് ആംഗിൾ ഡിഫറൻസും നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും.
ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പറയുന്ന ലിസാജറസ് ഫിഗറുമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കൺസെപ്റ്റ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കുക. സിമ്പിളായിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഓക്കെ, നമ്മൾ ഈ പഠിച്ച കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസ് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ഇതൊക്കെ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മെഷർമെൻറ്റിൽ എസ്പെഷ്യലി നമ്മുടെ കാഥോഡ് റേ ഓസിലോസ്കോപ്പിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം നമ്മൾ ഇതോട് കൂടിയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. സോ താങ്ക് യു എവരിവൺ, ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. സോ സി യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൃത്യമായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയും കൂടെ വേണം.